പറയാനുള്ള എന്താച്ചാ പറയേ. എനിക്ക് വളരെ അടിയന്തരമായ ഒരു ആവശ്യം വന്നാ താൻ എന്നെ സഹായിക്കില്ലേ? എന്താവശ്യം? എന്തോ ആയിക്കോട്ടെ, എനിക്കൊരു 1,00,000 രൂപയുടെ ആവശ്യം. തന്റെ ഡെപ്പോസിറ്റ് നിന്ന് എനിക്ക് തരൂ. കാറു അങ്ങനെ ആണെങ്കിലോ? അതിന് ചോദിക്കാനുണ്ടോ? തരും. നമ്മുടെ ആവശ്യങ്ങൾക്കാണ് അച്ഛൻ പണം തന്നിരിക്കുന്നത്. എങ്കിലും എനിക്കൊരു 1,00,000 രൂപ വേണം. കാറ് വാങ്ങാനല്ല, സുധയുടെ കല്യാണത്തിനാ. അത് ശരി, അതിനാണ് ഒറ്റയ്ക്ക് വിളിപ്പിച്ചത്. അനീത്തിയുടെ കല്യാണം നടത്താൻ എന്റെ പണം വേണോ അല്ലേ? നാണല്ലല്ലോ ചോദിക്കാൻ. തന്നോട് ചോദിക്കാൻ എനിക്ക് നാണിക്കണോ? നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, നിങ്ങളുടെ ഏട്ടന്റെ. ഇത്ര കാലത്തെ സമ്പാദ്യം ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുത്തൂടെ? സമ്പാദ്യോ? 10 പൈസ ഉണ്ടാവില്ല കയ്യില്. കണക്ക് തന്നിട്ടുണ്ടോ? ഇക്കണ്ട കാലം അത്രയും കൃഷിയുടെ മറ്റു വരുമാനങ്ങളൊക്കെ എടുത്തത് ഏട്ടനല്ലേ? എന്നിട്ട് സമ്പാദ്യമൊന്നും ഇല്ല. മനുഷ്യനാ ഇത്ര പാവാവരുത്. ഇത്ര ബുദ്ധിയൊക്കെ വേണം. എന്തോ എനിക്കറിയില്ല. എന്നോട് പറഞ്ഞു, ഞാൻ കൊടുക്കാന്ന് സമ്മതിക്കാൻ ചെയ്തു. ഇനി കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഞാനും അവളുടെ ഒരു ഏട്ടനാണല്ലോ. പിന്നെ ഒരു ഏട്ടൻ. എന്നെയും വിജയനെയും ഒക്കെ അവക്ക് എന്ത് വില? എന്തോ ആയിക്കോട്ടെ, അവള് കല്യാണം കഴിഞ്ഞ് പോയി കിട്ടുമല്ലോ. ആ, അങ്ങനെ ഒരു ഗുണമുണ്ട്. കാശ് കൊടുത്താ തിരിച്ചു തരുമോ? തരാം, ഞാൻ തന്നോളാം. അത് വേണ്ട, നിങ്ങളുടെ ഏട്ടൻ തരണം. പിന്നെ ഈ ലോകം മുഴുവൻ തലേക്കൂടി ഓടണേ എന്നൊരു വിചാരമുണ്ട്. എല്ലാം ഞാൻ കല്യാണം നടത്തിയ നമ്മളാണ് എന്ന് തന്നെ പറയണം. അല്ലാതെ അതിന്റെ ക്രെഡിറ്റും സ്വന്താക്കി ആരും അത്ര ത്യാഗികളാവണ്ട. അതൊക്കെ പറയാം. പറയണമെന്ന് കരുതിയത് പലതും ഞാനിപ്പോ പറഞ്ഞു. നമുക്ക് കാശ് കൊടുക്കാലോ? ഇതൊക്കെ സമ്മതിച്ചാ കൊടുക്കാം. അതൊക്കെ സമ്മതിപ്പിക്കാം. എനിക്ക് ഉറപ്പിച്ച് പറയാലോ? പറഞ്ഞൊക്കെ സമ്മതിക്കണം. സമ്മതിക്കാം. സമ്മതിച്ചോന്ന് പറഞ്ഞോളൂ, ഞാൻ തിരിച്ചു തന്നോളാം. ഒരല്പം സാവകാശം വേണമെന്ന് മാത്രം. ഇത് വളരെ മോശമായി പോയി. ഏട്ടൻ ഇങ്ങനെ ഒളിച്ചു നിൽക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ശോഭ സമ്മതിച്ചില്ലെങ്കിലും ഓർത്തപ്പോ അടങ്ങിയിരിക്കാൻ തോന്നിയില്ല. സത്യത്തിൽ ഞാൻ മുറിയിലേക്ക് കടന്നു വരികയായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങൾ സംസാരിക്കണം അറിഞ്ഞപ്പോ കടന്നു വരാൻ തോന്നിയില്ല, കേൾക്കാതിരിക്കാനും തോന്നിയില്ല. ക്ഷമിക്കണം. എന്തായാലും ഇത് വളരെ ചീപ്പായി പോയി. എനിക്ക് നേരത്തെ സംശയമുണ്ട്. ഒളിഞ്ഞു നോട്ടം എല്ലാവർക്കും ഇത്തിരിയുണ്ട്, ആ കുട്ടികൾക്ക് വരെ. എന്താടി പറഞ്ഞേ? ഒളിഞ്ഞു നോക്കിയെന്നോ? ആരാടി ഒളിഞ്ഞു നോക്കിയേ? എന്നെ എടീന്ന് വിളിച്ചോണ്ടല്ലോ. മിണ്ടരുത്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അതുകൊണ്ട് പറഞ്ഞ സംഖ്യ തരാതിരിക്കരുത്. ഞാൻ തിരിച്ചു തന്നോളാം. അത് തരാം, പക്ഷെ ഇതിനി ആവർത്തിക്കരുത്. ഭയങ്കര കൾച്ചറലെസ് പരിപാടി അത്. കാളയുടെയും പോത്തിന്റെയും കൂടെ ജീവിക്കുന്നവർക്കാ കൾച്ചർ.